Hi everyone, welcome to Learn with Basil Nilamra. Today, let's learn cash flow statement. This class is primarily meant for CMA intermediate students studying CMA at CMA Thrissur Chapter. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3-ലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡും സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ആക്ടിവിറ്റീസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, സെക്കൻഡ് വൺ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് തേർഡ് വൺ ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒക്കെ കാണുന്ന സപ്ലയേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന റിസീപ്റ്റ്സ്, എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെന്റ്, ക്യാഷ് സെയിൽസ്, ക്യാഷ് പെർച്ചേസസ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ടാക്സ് പെയ്ഡ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ. നിങ്ങളുടെ എക്സാമിനേഷനിലും ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും ഈ പറയുന്ന 6-7 ഐറ്റംസേ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ പ്രൊസീഡ്സ് ഫ്രം അസറ്റ്സ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിലെ നോൺ കറന്റ് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് പോയിട്ട് നോക്കിയാണ്. ഏതെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് കാണിക്കേണ്ടത്. പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഓഫ് അസറ്റ് ഒരു നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ്, ഔട്ട്ഫ്ലോ ആയിട്ടാണ് കാണിക്കുക. അതേപോലെ ഏതെങ്കിലും അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ അസറ്റിൽ നിന്ന് വിൽക്കുമ്പോൾ കിട്ടുന്ന സെയിൽ പ്രൊസീഡ്സ് കാണിക്കേണ്ടത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഇൻഡയറക്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു അസറ്റ് വിൽക്കുന്നു, ഒരു അസറ്റ് വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടും. അതേപോലെ തന്നെ ഈ അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്സിൽ ഇപ്പൊ കാണിക്കുന്ന എമൗണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുന്നു, 500 ആണ് ബുക്സിൽ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ക്യാരിയിങ് എമൗണ്ട്. ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മൈനസ് ഇത്രയും നാളുള്ള അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എല്ലാം കഴിഞ്ഞ് ബുക്കിൽ ഇപ്പൊ എത്രയാണോ കാണിക്കുന്നത് അതിന് വിളിക്കുന്ന പേരാണ് ക്യാരിയിങ് എമൗണ്ട്. ഒരു അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് 500 ആണെന്ന് അസ്യൂം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അസറ്റ് ബാലൻസ് ഷീറ്റിൽ 500 റുപ്പീസിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ സെയിൽ പ്രൊസീഡ്സ് 800 ആണ് എന്ന് പറഞ്ഞാൽ അസറ്റ് വിറ്റപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റ് 300. ഈ പ്രോഫിറ്റ് എവിടെ കാണിച്ചിട്ടുണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മറന്നേക്കൂ. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കാണിക്കേണ്ടത്? എത്രയാണോ സെയിൽ പ്രൊസീഡ്സ് ഉള്ളത് ആ എമൗണ്ട് ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കേണ്ടത്. അത് ഇൻഡയറക്റ്റ് ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കേണ്ടത് എത്രയാണോ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ആ എമൗണ്ട് ആണ്. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ സെയിൽ പ്രൊസീഡ്സ് ആയിട്ട് കാണിക്കേണ്ടത് 800 ആണ്, എന്തല്ല പ്രോഫിറ്റ് അല്ല. അപ്പൊ നിങ്ങളുടെ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവില്ല? സെയിൽ പ്രൊസീഡ്സ് തന്നിട്ടുണ്ടാവില്ല. പകരം ക്യാരിയിങ് എമൗണ്ടും പ്രോഫിറ്റും തന്നിട്ടുണ്ടാവും. അപ്പൊ ക്യാരിയിങ് എമൗണ്ടും പ്രോഫിറ്റും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സെയിൽ പ്രൊസീഡ്സ് കണ്ടുപിടിക്കും? ക്യാരിയിങ് എമൗണ്ട് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി. ഇവിടെ 500 പ്ലസ് 300 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 800 കിട്ടും. അതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ സെയിൽ പ്രൊസീഡ്സ്. അപ്പൊ ഇത് എപ്പോഴും ഓർക്കുക, സെയിൽ പ്രൊസീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാരിയിങ് എമൗണ്ട് പ്ലസ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ഓൺ സെയിൽ. ഇനി അതേപോലെ ഇത് ലോസ് ആണെങ്കിൽ ക്യാരിയിങ് എമൗണ്ട് മൈനസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇത് ഓർത്ത് വെക്കുക. ഇപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്താലും അസറ്റ് വിറ്റാലും അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഇതേപോലെ തന്നെ അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. റെന്റ് റിസീവ് ചെയ്യുന്നു,
ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നു, ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നു. ഇത് മൂന്നും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കേണ്ടതാണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ എടുക്കുന്നു. വേറൊരു കമ്പനിയുടെ ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ഓഫ് ഷെയർസ് ഓഫ് അനദർ കമ്പനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. വേറൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് റിസീവ് ചെയ്യും? ഡിവിഡൻഡ് റിസീവ് ചെയ്യും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. വേറൊരു എക്സാമ്പിൾ, വേറൊരു കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നു. വേറെ ഒരു കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ഓഫ് ഡിബഞ്ചറും പർച്ചേസ് ഓഫ് ഷെയറും ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. നെക്സ്റ്റ്, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റി ആണോ അല്ലേന്ന് അറിയാൻ രണ്ട് സ്ഥലത്താണ് നിങ്ങൾ പോയിട്ട് നോക്കേണ്ടത്. ഒന്ന്, ഇക്വിറ്റിയിൽ പോയിട്ട് നോക്കണം. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി സൈഡിൽ പോയിട്ട് നോക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നോൺ കറന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റിയിൽ പോയിട്ട് നോക്കണം. ഇക്വിറ്റിയിൽ നോർമലി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, ഷെയർ പ്രീമിയം ഉണ്ടാവും, അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്, റീവാലുവേഷൻ, സർപ്ലസ് തുടങ്ങിയ ഐറ്റംസ് ആണ് ഉണ്ടാവാറ്. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കുന്നു. പുതുതായിട്ടൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ക്യാഷ് കിട്ടും. അത് ഇൻഫ്ലോ ആണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇത് കൺഫ്യൂഷൻ ചെയ്യരുത്. വേറൊരു കമ്പനിയുടെ ഷെയർ ആണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ, വേറെ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. നേരെ മറിച്ച് ഈ കമ്പനി അതിന്റെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയും ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതേപോലെ തന്നെ ഷെയർ ബൈബാക്ക് ചെയ്യുന്നു, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നു അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നു, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്യും, ഇൻഫ്ലോ ആണ്, ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. വേറെ ഒരു കമ്പനിയുടെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. കൺഫ്യൂസ് ചെയ്യരുത്. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. പക്ഷെ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ ആണ്. ലോൺ എടുക്കുന്നത് നോൺ കറന്റ് ലയബിലിറ്റി ആണ്. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ആണ്, അത് ഇൻവെസ്റ്റിംഗ് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ലോൺ എടുക്കുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോണ് പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ചെയ്യേണ്ടി വരും. ലോണിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഇപ്പൊ സ്റ്റുഡൻസ് ചോദിക്കും, ലോണിന്റെ ഇൻട്രസ്റ്റോ? അത് ഒന്നെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് കാണിക്കാം, അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കാണിക്കാം. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിലും ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഫിനാൻസിംഗിൽ കാണിച്ചാലും ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഒട്ടുമിക്ക CMAയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സ്കാനേഴ്സിലും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വർക്ക് ബുക്കിലും റിവിഷൻ ടെസ്റ്റ് പേപ്പറിലും മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സിലും എല്ലാം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്യുന്നു. ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഷെയർ പർച്ചേസ് ചെയ്യുന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി.
ലോണ് കൊടുക്കുന്നു, വേറൊരാൾക്ക് ലോണ് കൊടുത്താൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. കമ്പനി ലോൺ എടുത്തു, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു, ഒന്നെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കാണിക്കാം, അതല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ടും കാണിക്കാം. പക്ഷേ ഒട്ടുമിക്ക കേസിൽ നമ്മൾ ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഡിവിഡൻഡ് പേ ചെയ്യുന്നു, ഫിനാൻസിംഗ് ആക്ടിവിറ്റി. ടാക്സ് പേ ചെയ്യുന്നു, ഒരു ഡൗട്ടും വേണ്ട, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ടായും വിചാരിക്കുന്നു. കണ്ടിന്യൂ ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ 3 ആക്ടിവിറ്റി ഉണ്ട്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിംഗ് ആക്ടിവിറ്റി. ഏത് മെത്തേഡ് ആണെങ്കിലും, ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും ഫിനാൻസിംഗ് ആക്ടിവിറ്റിയും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. നേരത്തെ ഞാൻ സ്ലൈഡ്സിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾസ് കാണിച്ചു, ഫിനാൻസിംഗ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾസ് കാണിച്ചു, വൈറ്റ് ബോർഡിൽ നമ്മൾ അത് ചെയ്തും കാണിച്ചു. അത് മാത്രം ഓർത്തു വെക്കുക, ഏത് മെത്തേഡ് ആണെങ്കിലും, ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും ഫിനാൻസിംഗ് ആക്ടിവിറ്റിയും സെയിം ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമാണ് ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും ഡിഫറെന്റ്. അതെന്താന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഡയറക്റ്റ് മെത്തേഡിന്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് പഠിക്കുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, ക്യാഷ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് ഇൻഫ്ലോ ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ഫിഗർ. ക്യാഷ് പേ ടു സപ്ലയർ ആൻഡ് എംപ്ലോയീസ്, സപ്ലയേഴ്സിനും എംപ്ലോയീസിനും ക്യാഷ് പേ ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോ ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്, ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് ഔട്ട്ഫ്ലോ ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. ആഡ് ഓർ ലെസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഇൻകം ആണെങ്കിൽ പ്ലസ് ചെയ്യുക, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ലെസ് ചെയ്യുക. അപ്പൊ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫോർമാറ്റ് ഓഫ് ഡയറക്റ്റ് മെത്തേഡ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ, ക്യാഷ് പേ ടു സപ്ലയർ, ക്യാഷ് പേ ടു എംപ്ലോയീസ്, ഇൻകം ടാക്സ് പെയ്ഡ്, പ്ലസ് ഓർ മൈനസ് എക്സ്ട്രാ ഓർഡിനറി items. Next, format of cash flow from operating activity in direct method. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഐറ്റം ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നാണ്. നിങ്ങളുടെ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ടാവും. SOPL ഞാൻ എഴുതിയത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ടാവും. ഈ ഫിഗേഴ്സ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറയാം. അപ്പൊ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുക്കുക. എന്നിട്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്തത് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ചില ക്വസ്റ്റ്യൻസിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എത്രയാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് അതിവിടെ ആഡ് ചെയ്യുക, പിന്നീട് സെയിം ഫിഗർ തന്നെ ലെസ് ചെയ്യുക. ചില ക്വസ്റ്റ്യൻസിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് സെപ്പറേറ്റ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക, അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് പെയ്ഡ് ലെസ് ചെയ്യുക. 99% നിങ്ങളുടെ എക്സാമിനേഷനിൽ എത്രയാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് അതന്നെയാണ് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇനി ചെയ്യേണ്ടത് എല്ലാ നോൺ ക്യാഷ് ഐറ്റംസും ആഡ് ബാക്ക് ചെയ്യണം. നോൺ ക്യാഷ് ഐറ്റത്തിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ആഡ് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ലെസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഇത് നേരത്തെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അസറ്റ്
നമ്മൾ സെയിം എക്സാമ്പിൾ എടുക്കുന്നു. ഒരു അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് 500 ആണ്. ഈ പറയുന്ന അസറ്റ് സെയിൽ ചെയ്തത് 800-നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടായി. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് 300 ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവും. ബട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല. നമുക്ക് അറിയേണ്ടത് ആക്ച്വലി എത്ര ക്യാഷ് റിസീവ് ചെയ്തു. ആക്ച്വലി എത്ര ക്യാഷ് റിസീവ് ചെയ്തു? 800 ആണ് റിസീവ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കും. സെയിൽ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് അസറ്റ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ഈ 300 ആക്ച്വലി ഇതല്ല നമുക്ക് ഇൻഫ്ലോ ആയിട്ട് കിട്ടിയിരിക്കുന്നത്, 800 ആണ് ഇൻഫ്ലോ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്യണം. ഇതേ ലോജിക് തന്നെയാണ് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റിനും. ഞാൻ ഇവിടെ അത് കാണിക്കുന്നുണ്ട്. അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് 500, അസറ്റിന്റെ സെയിൽ പ്രൊസീഡ്സ് 300 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസറ്റ് വിറ്റപ്പോൾ അവിടെ ഒരു 200 ലോസ് വന്നു എന്ന് പറഞ്ഞാൽ 500 ക്യാരിയിങ് എമൗണ്ട് ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ 500 കാണിക്കുന്ന അസറ്റ് വിറ്റത് 300-നാണ്, ലോസ് 200. ഈ ലോസ് എവിടെ കാണിച്ചിട്ടുണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ P&L അല്ല നോക്കുന്നത്, എത്ര ക്യാഷ് ആക്ച്വലി ഇൻഫ്ലോ ചെയ്തു, എത്ര ക്യാഷ് ആക്ച്വലി ഔട്ട്ഫ്ലോ ചെയ്തു. ഇപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. എത്ര ക്യാഷ് ഇൻഫ്ലോ ചെയ്തത്? അസറ്റ് വിറ്റപ്പോൾ 300 ഇൻഫ്ലോ വന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ 300 കാണിക്കും. പ്രോഫിറ്റ് ഓർ ലോസ് അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്. അസറ്റ് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ആണോ, അസറ്റ് വിൽക്കുമ്പോൾ ലോസ് ആണോ എന്നല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്. സെയിം ആണ് ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പോൾ പ്രോഫിറ്റിനാണോ, ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പോൾ ലോസിനാണോ അല്ല നോക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത് എത്ര ക്യാഷ് ഇൻഫ്ലോ ചെയ്തു, എത്ര ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്തു. അപ്പൊ ഈ ക്വസ്റ്റ്യനില് ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. എത്ര ഇൻഫ്ലോ വന്നു? 300 ഇൻഫ്ലോ വന്നു. ഏത് ആക്ടിവിറ്റിയാ? അസറ്റ് പർച്ചേസ് ചെയ്യുന്നതും അസറ്റ് സെയിൽ ചെയ്യുന്നതും. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതും ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നതും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. എത്രയാണോ സെയിൽ പ്രൊസീഡ്സ് അതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ എത്ര സെയിൽ പ്രൊസീഡ്സ്? 300. 300 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കണം. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 200 ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണിക്കാൻ പാടില്ല, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ പോകേണ്ട ആയിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, പ്രോഫിറ്റ് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ലോസ് ആഡ് ചെയ്യണം. ആഡ് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻകം വല്ലതും ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെന്റ് റിസീവ് ചെയ്യുന്നത്, ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്, ഇതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ബട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ റെന്റ് റിസീവ് ചെയ്യുന്നത് കാണിക്കും, ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് കാണിക്കും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് കാണിക്കും. ബട്ട് അത് എവിടെയല്ല കാണിക്കേണ്ടത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലല്ല കാണിക്കേണ്ടത്. അത് എവിടെ കാണിക്കണം? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കണം. അപ്പൊ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഈ പറയുന്ന റെന്റും ഡിവിഡൻഡും ഇൻട്രസ്റ്റും എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പാടില്ല, അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലല്ല കാണിക്കേണ്ടത്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. അപ്പൊ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ലെസ് ചെയ്യണം, എന്നിട്ട് എവിടെ കാണിക്കണം? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. ഫുൾ സ്റ്റോപ്പ്. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സ്റ്റുഡൻസിന് ചില ഡൗട്ട് ഉണ്ടാവും, എന്തിനാ ഈ ഡിപ്രീസിയേഷൻ ഒക്കെ ആഡ് ചെയ്യുന്നത്? നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ഒരു ബിസിനസ്സുകാരൻ ക്യാഷിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു 500. ആള് ഈ പറയുന്ന ഗുഡ്സ് ക്യാഷിന് സെയിൽ ചെയ്തു, പ്രോഫിറ്റും ചേർത്തിട്ട് ക്യാഷിന് സെയിൽ ചെയ്തു 700. ഇയാളുടെ പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? സെയിൽ 700, പർച്ചേസ് 500, പ്രോഫിറ്റ് 200. ഇയാളുടെ കയ്യിൽ ആക്ച്വലി എത്ര ക്യാഷ് ഉണ്ടാവും? സെയിം ആണ്, കാരണം പർച്ചേസും ചെയ്തിരിക്കുന്നതും
സെയിലും ചെയ്തിരിക്കുന്നത് ക്യാഷിലാണ്. 500 റുപ്പീസിന് ഒരു സാധനം ക്യാഷിന് പർച്ചേസ് ചെയ്തു, അത് 700 റുപ്പീസിന് സെയിൽ ചെയ്തു, കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടാവും? 200 ഉണ്ടാവും. ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ക്യാഷിന് പർച്ചേസ് ചെയ്തു 500, ക്യാഷിന് സെയിൽ ചെയ്തു 700, ഡിപ്രീസിയേഷൻ 50. പിന്നെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇയാളുടെ പ്രോഫിറ്റ് എത്രയാണ്? Cash purchase 500 expense, depreciation 50, 550 total expense, 700 ആണ് സെയിൽ, 150 ആണ് പ്രോഫിറ്റ്. പക്ഷെ ക്യാഷ് ആയിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും? ക്യാഷ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് 200 തന്നെ. എന്തുകൊണ്ടാ? നിങ്ങൾ ജേർണൽ എൻട്രി നോക്കൂ. ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഡെബിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് ക്യാഷ് 500, 500. ഗുഡ്സ് സെയിൽ ചെയ്തു ക്യാഷിന്, ഡെബിറ്റ് ക്യാഷ് 700, ക്രെഡിറ്റ് സെയിൽസ് 700. അപ്പൊ ക്യാഷിൽ എത്ര ബാലൻസ് ഉണ്ടാവും? ഡെബിറ്റ് സൈഡിൽ 700ഉം ക്രെഡിറ്റ് സൈഡിൽ 500ഉം. ഇപ്പൊ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. ഇപ്പൊ ഡെബിറ്റ് ആയിട്ട് ക്യാഷ് 200 ക്യാഷ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആളുടെ ക്യാഷ് കയ്യിൽ 200 ആണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര കാണുന്നുള്ളൂ? 150 കാണുന്നേ ഉള്ളൂ. ഇപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് സ്റ്റാർട്ട് ചെയ്തു. എത്ര പ്രോഫിറ്റ് ബിഫോർ ടാക്സ്? 150. ആ ഫോർമാറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്ലസ് എല്ലാ നോൺ ക്യാഷ് ഐറ്റവും ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തു. എത്ര ഡിപ്രീസിയേഷൻ? 50. എത്ര കിട്ടി? 200 കിട്ടി. ഇതന്നെയാണ് നമ്മുടെ ആക്ച്വൽ ക്യാഷ് ഉള്ളത്. അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന എല്ലാ നോൺ ക്യാഷ് ഐറ്റംസും അങ്ങോട്ട് ആഡ് ചെയ്യും. എല്ലാ നോൺ ക്യാഷ് എക്സ്പെൻസും ആഡ് ചെയ്യും. എല്ലാ നോൺ ക്യാഷ് ഇൻകമും ലെസ് ചെയ്യും. വേറെ എല്ലാ ആക്ടിവിറ്റീസിൽ കാണിക്കേണ്ട ഐറ്റം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ലെസ് ചെയ്യും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. റെന്റ് റിസീവ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ശരിയാണ്, ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ. പക്ഷെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന റെന്റ് റിസീവ് ചെയ്യുന്നതും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതും ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. അതെവിടെ കാണിക്കേണ്ടത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ. ഇപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഇൻകമും ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവും. അതുകൊണ്ട് ലെസ് ചെയ്യണം. ലെസ് ചെയ്തിട്ട് എവിടെ കാണിക്കും? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കും. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ലോസ് വന്നു, അത് നമ്മുടെ പ്രോഫിറ്റിനെ കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി ഇതല്ല നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. എത്രയാണോ ആക്ച്വലി സെയിൽ പ്രൊസീഡ്സ്, അതുകൊണ്ടാണ് ഇപ്പൊ ലോസ് കുറച്ച് കാണിച്ചിട്ടുണ്ടാവും, അത് ആഡ് ബാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു അസറ്റ് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും? പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പാടില്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ. കാരണം അങ്ങനെ ഒരു പ്രോഫിറ്റ് അല്ല നമ്മൾ എവിടെ കാണിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലോ കാണിക്കുന്നത്. അസറ്റ് വിൽക്കുമ്പോൾ എത്രയാണോ സെയിൽ പ്രൊസീഡ്സ് കിട്ടിയിരിക്കുന്നത് അതാണ് കാണിക്കേണ്ടത്. അതും എവിടെയല്ല കാണിക്കുക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലല്ല കാണിക്കുക. സെയിൽ പ്രൊസീഡ്സ് ഫ്രോം സെയിൽ ഓഫ് അസറ്റ് ആസ് വെൽ ആസ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കും. അത് വിൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ലോസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, അത് ലെസ് ചെയ്യണം. ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് നോക്കാം. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇപ്പൊ കറണ്ട് അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി.
കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം, അതുകൊണ്ട് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്നും കൂടി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കറന്റ് അസറ്റ് ഇത് മാത്രം ഓർത്ത് വെക്കുക, പിന്നീട് ഞാൻ അതിന്റെ ലോജിക്ക് പറഞ്ഞു തരും. ബട്ട് അതിനുശേഷം ഇത് മാത്രം ഓർത്ത് വെക്കുക, കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ലെസ് ചെയ്യണം. അപ്പൊ കറന്റ് അസറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യാം. കറന്റ് അസറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലസ് ചെയ്യണം, അപ്പൊ കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യണം. ലോജിക്ക് നോക്കാം. കറന്റ് അസറ്റിന്റെ ഒരു എക്സാമ്പിൾ ഇൻവെന്ററി. ഇൻവെന്ററി ഇൻക്രീസ് ചെയ്തു. എന്താ ഇൻവെന്ററി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റിസീവ് ചെയ്യില്ല? ക്യാഷ് കിട്ടില്ല. അപ്പോൾ ഇൻവെന്ററി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല. ഇനി ഒന്ന് നോക്കൂ, കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ മൈനസ് ചെയ്തു. ശരിയാണ്, ഇൻവെന്ററി ഇൻക്രീസ് ചെയ്തു, ക്യാഷ് കിട്ടിയില്ല, മൈനസ് ചെയ്തു. വേറൊരു എക്സാമ്പിൾ, ട്രേഡ് റിസീവബിൾസ്, ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു. ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുക. എപ്പോഴാണ് ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുക? ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽ നടക്കണം. ക്രെഡിറ്റ് സെയിൽ കൂടി. ക്രെഡിറ്റ് സെയിൽ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് റിസീവ് ചെയ്തിട്ടില്ല? ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല. അപ്പൊ ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ മൈനസ് ആണ്. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ കറന്റ് ലയബിലിറ്റി നോക്കുന്നു. നിങ്ങൾ സപ്ലയർക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്തു. എപ്പോഴാണ് ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുക? ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ചെയ്യുമ്പോഴാണ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ചെയ്യുമ്പോൾ ക്യാഷ് ബാലൻസ് കുറയും, അപ്പോൾ മൈനസ് ചെയ്യണം. നോക്കൂ, കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മൈനസ് ആണ് ചെയ്തത്. ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്തപ്പോഴും മൈനസ് ആണ് ചെയ്തത്. ഇതിന്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ക്രെഡിറ്റ് പർച്ചേസ് കൂടുമ്പോൾ. ക്രെഡിറ്റ് പർച്ചേസ് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്തിട്ടില്ല? സപ്ലയേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പൊ ക്യാഷ് ആരുടെ പോക്കറ്റിലുണ്ട്? നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. അപ്പൊ ക്യാഷ് ബാലൻസ് കൂടുതലാണ്. ഇനി നോക്കൂ, ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തപ്പോ പ്ലസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതന്നെ ഇവിടെ ചെയ്തത്. കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്നും ഓർത്ത് വെക്കണ്ട. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ നിങ്ങൾ ആകെ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യണം. ഈ ഒരൊറ്റ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യണം. ബാക്കി എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ, കറന്റ് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. കറന്റ് അസറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് കറന്റ് ലയബിലിറ്റി. ഇപ്പൊ കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ മൈനസ് ആണ് ചെയ്തതെങ്കിൽ കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലസ് ചെയ്യണം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ലെസ്, ഡിക്രീസ് ചെയ്താൽ ആഡ്, കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ആഡ്, അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്താൽ ലെസ്. ഇപ്പൊ നിങ്ങൾക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. ഇനി ഇതിന്ന് ഇൻട്രസ്റ്റ് പെയ്ഡ് ലെസ് ചെയ്യുക, അതേപോലെ തന്നെ ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യുക, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. അപ്പൊ ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബേസിക്സ്. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇതാണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏതൊക്കെ കാണിക്കണം, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഏതൊക്കെ കാണിക്കണം, ഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഫോർമാറ്റ് എന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഫോർമാറ്റ് എന്താണ്, ഈ 4 കാര്യം പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. താങ്ക് യു ഫോർ ലേണിംഗ് വിത്ത് ബാസിൽ നീലാംബ.